യുഗപരിവർത്തനത്തിന്റെ കാഹളം മുഴങ്ങുന്നു. അത് ഗുരുദേവന്റെ മനസ്സിൽ നിന്നാണ്, അദ്ദേഹത്തിന്റെ ത്യാഗത്തിൽ നിന്നാണ്. വെറുതെ ചുറ്റിത്തിരിയാനോ ഭൂഗോള കാഴ്ചകൾ കാണാനോ അല്ല ആ മഹത്തരമായ ജീവിതം എത്തിയത്. ഒരു വലിയ സന്ദേശവും വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മൾക്കിടയിലേക്ക് എത്തിയത്. പക്ഷേ സുഹൃത്തുക്കളെ, ഈ യുഗപരിവർത്തനത്തിന്റെ കാഹളമുണ്ടല്ലോ, അതിന് കുംഭകർണനെ പോലെ ഉറങ്ങിക്കിടക്കുന്നവരെ സംബന്ധിച്ചോ ഇന്നലെയും ഇന്നും നാളെയും സുഷുപ്തിയിലാണ്ട് കിടക്കുന്നവരെ സംബന്ധിച്ചോ യാതൊരു അർത്ഥവുമില്ല. എന്നാൽ ചൈതന്യവത്തായ ജാഗ്രതായ ജീവിതം നയിക്കുന്നവരുണ്ടല്ലോ, ഗായത്രി പരിവാറിന്റെ ഭാഗമായ അംഗങ്ങളായ അവരെക്കുറിച്ച് പരമപൂജ്യ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നു. അവരുടെ ഹൃദയത്തിലും സിരകളിലുമൊക്കെ ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച്, ഈ രാഷ്ട്രത്തെക്കുറിച്ച്, ഈ ദേശത്തെക്കുറിച്ച്, ഈ സമാജത്തെക്കുറിച്ചൊക്കെ ഉന്നതമായ ഭാവനകളുണ്ട്. ആത്മപരിഷ്കാരത്തിനും ലോകമംഗളത്തിനുമായുള്ള ചിന്തകളുണ്ട്. ദേശത്തെയും സംസ്കൃതിയെയും പരിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, വരും തലമുറയ്ക്ക് സൗഖ്യവും മംഗളവും ലഭ്യമാക്കാൻ പ്രവർത്തിക്കുന്നവർ, അവരൊക്കെ മഹാകാലന്റെ മടിത്തട്ടിൽ സുരക്ഷിതരാണ്. അവരെയൊക്കെ മഹാകാലൻ വ്യക്തിപരമായി ക്ഷണിച്ച് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്.